ഒക്കെ അവിടെ ഇട്ടാ ചതല് പിടിച്ച് അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഇട്ടാലോ പാമ്പ് വലിയ ഇവിടെ വന്ന് കൂടിയല്ലോ. ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമ്മളിതാ രാവിലെ തന്നെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ചെട്ടിക്കുട്ടി മുറ്റമൊക്കെ അടിച്ചു വാരുന്ന കൂട്ടത്തിൽ ചെടിയും തൂപ്പൊക്കെ കണ്ടപ്പോൾ ഒന്ന് പറിച്ച് കളയാണ് കേട്ടോ. അപ്പോൾ അതവിടെ ഒരാൾ സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അവൾ 7 മണി ആകുമ്പോഴേക്കും അവൾ റെഡി ആയിട്ട് പോകാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനും മകളും കൂടെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഓരോന്നും പറഞ്ഞ് ഇങ്ങനെ കാര്യം സാധിക്കാനുള്ള വട്ടത്തിലാണ് കേട്ടോ. സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് ആൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവൾ കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ തലേദിവസം ഉണ്ടാക്കിയ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടായിരുന്നു, മസാല കറി. അതും കൂട്ടി ദോശ കഴിച്ചിട്ട് ചാരു റെഡി ആയിട്ട് അവൾ പോയിട്ടാ. ഇനിയിപ്പോൾ ഓരോരുത്തരും പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. ഏട്ടൻ്റെ പിന്നെ പണിയില്ല, ഏട്ടൻ ഇന്ന് ലീവാണ്. പിന്നെ ചിട്ടിക്കുട്ടി സ്കൂളിൽ പോകാനായിട്ട് നിൽക്കുന്നുണ്ട്, അവൾ റെഡി ആവുന്നുണ്ട്. അപ്പം ഞാനിതാ വേഗം തന്നെ നമ്മളിത് അവിടെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു പോരാനായിട്ട് വരികയാണ് കേട്ടോ, വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തൊക്കെ ഒന്ന് അടിച്ചു വാരിയതിന് ശേഷം ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്, അതൊക്കെ കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ അടിച്ചു വാരിയില്ലെങ്കിൽ എനിക്കിങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിവിടെയൊക്കെ ഒന്ന് അടിച്ചു പോരുകയാണ്. ചെട്ടിക്കുട്ടി കുളിക്കാനായിട്ട് പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവളും റെഡിയാവുന്നുണ്ട്. ഇനിയിപ്പോൾ അടുക്കളയിലെ പണികൾ കുറച്ചുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കാലത്ത് കഴിക്കാനായിട്ട് ദോശയും സാമ്പാറുമാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ സാമ്പാറിനുള്ളതൊക്കെ വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. വറുത്തരച്ച് വെക്കുമ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്ക് ചോറിനും ആ സാമ്പാർ തന്നെ മതിയല്ലോ. അപ്പോൾ സാമ്പാറിന് തേങ്ങ ഉണ്ടാവും നോക്കിയപ്പോഴാണ് തേങ്ങ പൊതിച്ചത് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഏട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പൊതിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ മൂപ്പര് തേങ്ങയൊക്കെ പൊതിച്ച് തന്നു കേട്ടോ. അപ്പോൾ ഏട്ടനാണെങ്കിൽ ഇപ്പോൾ കുറേ ദിവസമായിട്ട് പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ പണിയില്ല. ഇനിയിപ്പോൾ വെയിലൊക്കെ ഉറച്ചാലേ പണി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കാത്തു കെട്ടി ഇരിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ ഇടയ്ക്ക് ഓരോരോ പണി കിട്ടും. അപ്പോൾ അങ്ങനെ ആൾ പോകും. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ലീവ് ആയതുകൊണ്ട് തന്നെ വീട്ടിലൊന്നും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അടുത്തിടെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിലെന്തോ ഞാൻ ഇങ്ങനെ ദാരിദ്ര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ കല അങ്ങനെ വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയല്ലോ യൂട്യൂബിൽ നിന്ന്, പിന്നെന്താണ് ഇത്തിരി ബുദ്ധിമുട്ട് പോലെയൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ നിന്ന് വരുമാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. അത് എല്ലാ മാസമൊന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ചിലരുടെ തെറ്റിദ്ധാരണയാണ് യൂട്യൂബിൽ. അതായത് ഒരു ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിലൊരു 1000 സബ്സ്ക്രൈബറൊക്കെ ആയി വെച്ചാൽ പിന്നെ മാസം തോറും നല്ല ഒരു എമൗണ്ട് വരുന്നുണ്ട്, യൂട്യൂബേഴ്സിന് നന്നായിട്ട് വരുമാനമുണ്ട് എന്നൊക്കെയാണ് പലരുടെയും ഒരു തെറ്റിദ്ധാരണ. അത് തെറ്റിദ്ധാരണ എന്നും പറയാൻ പറ്റില്ല. കാരണം വലിയ വലിയ ചാനലുകൾക്കൊക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നല്ല വരുമാനമൊക്കെ ഉണ്ടാവും. നമ്മുടെ ഇതുപോലത്തെ കുഞ്ഞു ചാനലുകൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ തട്ടിമുട്ടി അവിടെ രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ പെടുന്ന പാടുണ്ടല്ലോ. അതായത് ഞാൻ യൂട്യൂബിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അതായത് വ്യൂസ് ഒന്നും ഇല്ലാത്ത ചാനലുകൾക്ക് അങ്ങനെ എല്ലാ മാസവും അങ്ങനെ വരുമാനമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ യൂട്യൂബിൻ്റെ കാര്യം പറയാതിരിക്കുന്നതാണ് ഭേദം. നമ്മൾ എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് വേണ്ടാന്നും വെച്ചിട്ട് ഇതിൽ വെറുതെ കഷ്ടപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് പോവായിരുന്നു. പക്ഷേ അതൊന്നും ഇല്ല. പിന്നെ നമ്മൾ എപ്പോഴും വീട്ടിലാണല്ലോ ഇരിപ്പ്. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു വരുമാനം ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ടാണ് നമ്മളിത് തുടങ്ങിയത്. തുടങ്ങി കുറേ സ്ട്രഗിൾ ചെയ്തു. എന്തായാലും ഇവിടം വരെ എത്തിക്കാനും പറ്റി. നിങ്ങളുടെയൊക്കെ ഒരു സഹായത്തോടെ നമ്മളിവിടെ വരെ എത്തി വന്നിട്ടുണ്ട്. പിന്നെ എന്നെ പോലെയുള്ള ഈ വീട്ടമ്മമാർക്ക് വീട്ടിലെ പണി കഴിഞ്ഞാൽ വേറൊന്നും ചെയ്യാനില്ല. പിന്നെ എന്താണ് വേറൊരു വരുമാനം എന്ന് പറയാനൊന്നും നമ്മുടേതായിട്ടുള്ള ഒരു ഇതൊന്നും ഇല്ലാത്തവർക്കൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയാലും.
അത് കൊണ്ട് നടക്കാൻ പറ്റും എന്നുള്ളവർ മാത്രം ഇത് ചെയ്യുക. പിന്നെ ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇതിന് വേണ്ടി മെനക്കെട്ട് നിൽക്കുന്നത് അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് യോജിപ്പില്ല കേട്ടോ. കാരണം യൂട്യൂബ് എന്ന് പറയുന്നത് ലോട്ടറി പോലെയാണ്. നമ്മളിങ്ങനെ ലോട്ടറി എടുത്തുകൊണ്ടേ ഇരിക്കില്ല, ഇപ്പം അടിക്കും എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെയാണ് കേട്ടോ ഈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ. ഭാഗ്യമുള്ളവൻ്റെ ചാനൽ അങ്ങനെ മുന്നോട്ട് പോകും. നമ്മളെപ്പോലെ അങ്ങനെ അങ്ങോട്ട് എന്താ പറയുക, ഭാഗ്യം കെട്ടവരുടെ ചാനൽ ഇതുപോലെ ഇങ്ങനെ മുരടിച്ച് നിൽക്കും. അപ്പോൾ അതൊക്കെ ഒരു ലോട്ടറി പോലെയാണ് കേട്ടോ. ഒരു ലോട്ടറി അടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു തലവര അല്ലെങ്കിൽ ഭാഗ്യം എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് നമ്മുടെ ഒരു വീഡിയോസ് ഒന്ന് വൈറലാകുക, അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്നെ എല്ലാ വീഡിയോസും കുറച്ച് അത്യാവശ്യം കയറിപ്പോവുക എന്നുള്ളതൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ ഒരു ഭാഗ്യം പോലെ ഉണ്ടാവും. അപ്പോൾ യൂട്യൂബിലെ വരുമാനം എന്ന് പറയുന്നത് അതൊക്കെയാണ് യൂട്യൂബിലെ കാര്യങ്ങൾ എന്നും വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, അത്രയെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനവും ഉണ്ട്. കാരണം വല്ലപ്പോഴും ഒരു ചെറിയൊരു എമൗണ്ടാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റണത് പോലെ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷവും ഒരഭിമാനവും ഒക്കെ ഉണ്ട്. കാരണം നമ്മൾ വീട്ടിലെ വീട്ടമ്മമാർക്ക് യാതൊരു എന്താ പറയുക, ഒരു വരുമാനവും ഇല്ലാണ്ടിരുന്ന ഞാൻ ഇപ്പോൾ വല്ലപ്പോഴെങ്കിലും ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുക എന്ന് പറയുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. അത് നിങ്ങളായിട്ടാണ് കേട്ടോ എനിക്ക് അത് നേടിത്തന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സപ്പോർട്ട് എന്നും നമ്മുടെ കൂടെ തന്നെ വേണമെന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ യൂട്യൂബ് വരുമാനത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ടാവും, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ സാമ്പാറൊക്കെ പറഞ്ഞിരുന്ന നേരം കൊണ്ടായില്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സാമ്പാർ എന്ന് പറഞ്ഞാൽ മുളകും മല്ലിയൊക്കെ വറുത്തരച്ചിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ. അപ്പോൾ പണ്ട് നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ കിട്ടുമല്ലോ ആ ഒരു സാമ്പാർ. ഒരു പ്രത്യേക തരം മണവും ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അതെന്തായാലും അറിയും. അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിതാ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇളക്കി വിടുന്നത്. അപ്പം തന്നെ ഞങ്ങൾ താളിച്ച് കൊട്ടിയതൊന്നും ഇളക്കിയിട്ടില്ല കരണ്ടി ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ദോശയ്ക്കുള്ള വെണ്ടയ്ക്ക സാമ്പാർ, വെണ്ടയ്ക്ക മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ, വേറെ പച്ചക്കറികളൊന്നുമില്ല. പരിപ്പും വെണ്ടയ്ക്കയും വെച്ചിട്ട് നമ്മുടെ വറുത്തരച്ച സാമ്പാറാണ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കി കൊടുക്കുക കുട്ടികളെ അല്ല ചെട്ടിക്കുട്ടിനെ സ്കൂളിലേക്ക് വിടുക. വെള്ളം എടുത്താ, ദോശ എടുത്താ അത് മറക്കില്ലല്ലോ. ഇനിയിപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിലേക്ക് പോയി. ഇനി ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഏട്ടനും ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആളവിടെ ഇരുന്ന് ചൂട്ടോടെ കഴിക്കുകയാണ് കേട്ടോ. ടി വിൻ്റെ മുമ്പിൽ തന്നെയാണ്. കുറച്ച് ദിവസമായിട്ട് ന്യൂസ് തന്നെയാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പരമാവധി ഞാൻ 2-3 ദിവസമായിട്ട് ന്യൂസ് ഒഴിവാക്കിയിരിക്കുകയാണ് കേട്ടോ. എനിക്കത് എന്തോ ഇപ്പോൾ പറ്റണില്ല. കണ്ടിട്ട് എന്തോ തലയ്ക്ക് പെരുപ്പായിട്ട് എനിക്കതിപ്പോൾ കാണാനേ പറ്റുന്നില്ല. ഞാനൊന്നിപ്പോൾ അങ്ങനെ ടി വിൻ്റെ മുമ്പിൽ പോയാൽ ന്യൂസ് കാണില്ല, പെട്ടെന്ന് തന്നെ സിനിമ വയ്ക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ചൂട് ദോശയും നല്ല ചൂട് സാമ്പാറും, വറുത്തരച്ച സാമ്പാറും രാവിലെ സൂപ്പറായിരുന്നു കേട്ടോ. നമ്മുടെ ഭക്ഷണം എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സാമ്പാർ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാമല്ലേ. ഈവൻ ചപ്പാത്തിൻ്റെ കൂടെ വരെ സാമ്പാർ നല്ല പൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെന്തായാലും ദോശയും സാമ്പാറും തലേദിവസം ഞാൻ പറഞ്ഞില്ലേ ചപ്പാത്തിക്ക് ഉരുളക്കിഴങ്ങ് മസാല വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി കഴിച്ചു കേട്ടോ. അപ്പോൾ പഴയതൊക്കെ വരുമ്പോൾ നമ്മൾ അമ്മമാർക്ക് തന്നെയാണ് അല്ലേ ഈ കറികളൊക്കെ, ബാക്കി വരുന്ന കറികളുമൊക്കെ. അപ്പോൾ അതൊക്കെ കൂട്ടി അങ്ങനെ രാവിലെ ദോശ കഴിച്ചു. പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്കുള്ള ചോറിനുള്ള വെള്ളമാണ് അത് വെച്ചു. ചോറ്റിന് അരിയൊക്കെ ഇട്ട് പിന്നെ നമ്മുടെ ഹെയർ കെയർ ചെയ്ത ആ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇങ്ങനെ വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഹെയർ കെയറിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അധികം അങ്ങനെ ആളുകളൊന്നും കാണാനുള്ള സാധ്യതയില്ലാത്ത വീഡിയോസാണ് എന്നറിഞ്ഞിട്ടും ഞാൻ ഇട്ടതാണ് കേട്ടോ. കാരണം നമ്മുടെ വീഡിയോസ് ഇതുപോലത്തെ ഹെയർ പാക്കും അല്ലെങ്കിൽ ഫേസ് പാക്കൊന്നും ഇടുന്ന വീഡിയോസൊന്നും അങ്ങനെ ആർക്കും കാണാൻ താല്പര്യമില്ല. നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞ് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. എന്താണ് ചോറ് വെച്ചതും കറി വെച്ചതും അല്ലെങ്കിൽ വീട്ടിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ, ക്ലീനിങ് ആണെങ്കിൽ അതൊക്കെ കാണാനാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരൊക്കെ ഓടി എത്തുന്നത്. ഇതുപോലത്തെ വീഡിയോസൊന്നും കാണാൻ താല്പര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി.
അപ്പോൾ ഞാനത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇട്ടത്. പിന്നെ എന്താണ് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് പറഞ്ഞ് തോന്നിയപ്പോൾ എനിക്കത് നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി. കാരണം പല പെൺപിള്ളേർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഈ മുടിയിലെ താരനും മുടി കൊഴിച്ചലും മുടി പൊട്ടിപ്പോക്കും മുടി വളരാത്തതും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളില്ലേ. അപ്പോൾ അതൊക്കെ മാറ്റാനുള്ളൊരു നല്ലൊരു സൊല്യൂഷൻ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇട്ടപ്പോൾ എനിക്ക് നല്ല കംഫർട്ടബിളായിട്ട് നന്നായിട്ട് തോന്നി. അപ്പോൾ ഞാനത് വീണ്ടും 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇട്ടു കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു ഹെയർ പാക്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം പറയുക ഇഷ്ടപ്പെട്ടാൽ. അങ്ങനെ നമ്മുടെ ഹെയർ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞു. പിന്നെ കുളിയും നനയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഞാനൊരു 2 മണിയാകുമ്പോൾ ഞാനും ചാരുമോളും കൂടെ എന്താണ് കുഴൽമന്ദം വരെ വന്നു കേട്ടോ. അപ്പോൾ വന്നിട്ട് പിന്നെ എനിക്കിതാ നമ്മുടെ വണ്ടിൻ്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പുതുക്കാനായിട്ടുണ്ട്. അത് പുതിയത് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 5-ാം തീയതി മിനിങ്ങാന്ന് കഴിഞ്ഞതാണ്. അപ്പോൾ എന്തായാലും അതൊന്ന് എടുക്കണം. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി വന്നപ്പോൾ എന്തായാലും അതും കൂടെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ചാരുവിന് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ചെരുപ്പൊക്കെ പൊട്ടിയിട്ട് കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ അവളിങ്ങനെ ഒട്ടിച്ചിട്ട് പോവുകയാണ്. തൽക്കാലം അങ്ങനെ പോകുമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ അച്ഛനെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് സോപ്പിട്ടിട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ ചെരുപ്പും ഇന്നർ വെയറും ഒക്കെ ഇതായിരിക്കണം. അപ്പോൾ അത് രണ്ടും വാങ്ങിക്കണം എന്നും പറഞ്ഞിട്ട് അങ്ങനെ കുഴൽമന്ദം വന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിത് ആ പൊല്യൂഷനും കൂടെ എടുത്ത് എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അവരിങ്ങനെ എടുത്തിട്ട് അവർക്ക് എന്താണെന്ന് അറിയില്ല, കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഇതുകൾക്ക് അറിയാണ്ടാണോ എന്നറിയില്ല, വരുന്നില്ല എന്ന് പറഞ്ഞു. ചേച്ചി 2 ദിവസം കൂടെ വണ്ടി ഓടിച്ചിട്ട് പിന്നെ ഒന്നും കൂടെ കൊണ്ടുവന്ന് നോക്കുക, അപ്പോൾ വരുമോ നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്താ അതിന് അർത്ഥം എന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. കാരണം വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിനെ എന്തിനാണ് ഇനിയും 2 ദിവസം ഓടിച്ചിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞതെന്നൊന്നും മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അവർക്ക് അറിയാണ്ടാണോ, നേരെ ചെക്ക് ചെയ്യാൻ അറിയാണ്ടാണോ, അതോ ഇനിയിപ്പോൾ എൻ്റെ വണ്ടിൻ്റെ കംപ്ലൈൻ്റ് ആണോ ഒന്നും അറിയില്ല. അപ്പോൾ എന്തായാലും എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഏട്ടൻ പോയി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും അവിടെ അവതാളത്തിലായിട്ടാണ്. പിന്നെ എന്തായാലും ഇതാ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ചാരുവിന് ചെരുപ്പ് നോക്കണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പിന്നെ ഇവളെയും കൊണ്ട് കടയ്ക്ക് വന്നു വെച്ചാൽ നമ്മൾ ശരിക്കും എന്താ പറയുക വല്ലാണ്ടാവും കേട്ടോ. ഏതെടുത്താലും ഇഷ്ടമാവില്ല. അവസാനം നമ്മൾ പറഞ്ഞത് അല്ലെങ്കിൽ ആദ്യം കണ്ടത് തന്നെ എടുക്കും. കുറേ തപ്പി ഇടും. എനിക്കാണെങ്കിൽ അത് കാണുമ്പോൾ എന്താ പറയുക, നമ്മളും അങ്ങനെ തന്നെയാണ് കേട്ടോ. തുണിക്കടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഏട്ടനും ഞാനും പോയാൽ ഞാൻ ഇതേ സ്വഭാവം തന്നെയാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളും ഇതേ തന്നെയല്ലേ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരാളിനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ, ഓ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണത്, ഏതെങ്കിലും കൈ കിട്ടിയത് എടുത്തിട്ട് വന്നൂടെ എന്ന് പറയും അല്ലേ. എനിക്കാണെങ്കിൽ കുറച്ച് ഈട് നിൽക്കുന്ന ചെരുപ്പുകളൊക്കെയാണ് കേട്ടോ ഇഷ്ടം. ഇവൾക്കാണെങ്കിൽ 3 മാസം കൂടുമ്പോൾ ചെരുപ്പ് വാങ്ങിക്കണം. അത് അമ്മാതിരിയുള്ള ചെരുപ്പുകളാണ് വാങ്ങിക്കണത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവും കേട്ടോ. അതുകൊണ്ട് ഞാൻ അതുപോലത്തെ കമ്പനി ചെരുപ്പുണ്ടല്ലോ അതൊക്കെ ഒന്ന് ആകുമ്പോൾ ഒരു 6 മാസമെങ്കിലും മാക്സിമം നിൽക്കും. അപ്പോൾ എന്തായാലും ഡെയിലി യൂസ് ചെയ്യുന്നതാകുമ്പോൾ കമ്പനി ചെരുപ്പൊക്കെ തന്നെയാണ് നല്ലത്. അപ്പോൾ ഈ ഒരു ഇത് കണ്ടില്ലേ, അവൾ ഇട്ട ചെരുപ്പ്, അതായത് ഞാനിതപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ചെരുപ്പ് നല്ല ഇഷ്ടമായി. പക്ഷേ അത് ബോയ്സിൻ്റെയാണ് കേട്ടോ. അതിൻ്റെ തന്നെ ഗേൾസിൻ്റെ ചെരുപ്പ് അപ്പുറത്ത് 2-3 കളറിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ചാരുമോൾ ഇപ്പം ഇട്ട ഒരു ക്രീം കളർ ഉണ്ടല്ലോ, ആ ഒരു ചെരുപ്പാണ് കേട്ടോ അവൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കും അതാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ ഒരു വയലറ്റ് അതും നന്നായിട്ടുണ്ടായിരുന്നു. ഏതെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ അങ്ങനെ ഇരുന്നു. പിന്നെ നിൻ്റെ ഇഷ്ടം പോലെ എടുത്തോന്നും പറഞ്ഞിട്ട് അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പും കൂടെ ഒന്ന് വാങ്ങിയിട്ട് വന്നു. പിന്നെ ചെരുപ്പുകൾ കണ്ടാൽ പിന്നെ നമ്മൾ വെറുതെ ഇരിക്കില്ലല്ലോ, നമ്മളിങ്ങനെ കാലിലിട്ടിട്ട് ഇങ്ങനെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെരുപ്പൊന്നും നമ്മൾ വാങ്ങിക്കുന്നില്ലെങ്കിലും കണ്ട സ്ഥിതിക്കൊന്ന് നമ്മുടെ കാലിൽ അങ്ങോട്ട് വെച്ച് നോക്കണമല്ലോ, അല്ലെങ്കിൽ ഒരു നഷ്ടബോധം പോലെ തോന്നാറുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിതാ ഇങ്ങനെ അവളെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. കറണ്ടും പോയി. ആ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടൊരു സമയം. അപ്പോൾ എന്തായാലും നമ്മുടെ ഹെയർ കെയർ ഒക്കെ ചെയ്തും കണ്ട് നമ്മൾ വണ്ടിയിൽ വന്നത് കാരണം തന്നെ നമ്മുടെ മുടിയൊക്കെ ഒരുമാതിരി ചപ്പറ പറന്നായിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാനും പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ കാത്ത് ഇരുന്ന് ഇങ്ങനെ എന്താ പറയുക കുറേ സമയം ഇരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ വൈകുന്നേരം അവൾക്ക് ട്യൂഷനും പോകണം. അപ്പോഴത്തേക്കും വേഗം പറഞ്ഞിട്ട് ഞാൻ നിൽക്കുവാണ്. അപ്പോൾ പിന്നെ എന്തായാലും അവൾ ചെരുപ്പൊക്കെ ഒന്ന് എടുത്ത്
പിന്നെ നമ്മൾ തൊട്ടടുത്ത കടയിൽ നിന്ന് തന്നെ വന്ന് കുറച്ചല്ല, ചാരുവിന് ഒരു 3-4 സെറ്റ് ഇന്നർ വെയറും പാൻറ്റീസും ഒക്കെ എടുത്തു കേട്ടോ, അവൾക്കും സൃഷ്ടിക്കുമുള്ളത്. അപ്പോൾ എന്തായാലും അതും കൂടെ വാങ്ങിച്ച് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കാഴ്ച കണ്ടത്. വല്യമ്മച്ചി നല്ല ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. കസ്റ്റമർ വന്നതൊന്നും അറിഞ്ഞിട്ടില്ല, നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരനെ ഒന്നും ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്തായാലും ഡ്രസ്സൊക്കെ എടുക്കുകയാണ് കേട്ടോ. ഡ്രസ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങനെ നോക്കുകയാണ്, നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത മാസം ഒരു കല്യാണവും വരുന്നുണ്ട്, അപ്പോൾ ഒന്ന് നോക്കി വെക്കുകയാണ്. ഇപ്പോൾ എടുക്കാനൊന്നും പറ്റില്ല, അപ്പോൾ ഇനിയിപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും വന്ന് എടുക്കാമെന്നും പറഞ്ഞിട്ട് പോവാണ്. എന്തായാലും ഇഷ്ടപ്പെട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കി വെക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ പെൺപിള്ളേർക്ക് ചെരുപ്പ്, മാല, കമ്മൽ അല്ലെങ്കിൽ ഇതുപോലെ ഡ്രസ്സ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തായാലും ഇട്ട് നോക്കാനുള്ള ഒരു കൊതി ഉണ്ടാവും, അല്ലെങ്കിൽ അത് ഇട്ട് നോക്കിയില്ലെങ്കിൽ ഒരു നഷ്ടബോധം പോലെ തോന്നുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് അതും ഒന്ന് ട്രൈ ചെയ്ത് ഞാനും ചാരുമോളും പിന്നെ അങ്ങനെ ബില്ലൊക്കെ കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഇനി എന്തായാലും ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് വേറെ പണികളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോസ് ഇവിടെ വെച്ച് നിർത്താം അല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കണേ, ലൈക്ക് അടിക്കാതെ പോകരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് പ്രിയപ്പെട്ടതാണ്, വിലപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് അടിക്കുക. ലൈക്ക് അടിച്ചാൽ മാത്രമേ നമ്മുടെ വീഡിയോസൊക്കെ മറ്റുള്ളവരിലേക്ക് ഒന്ന് നോട്ടിഫിക്കേഷനായിട്ടൊക്കെ പോവുള്ളൂ, റെക്കമെൻഡിൽ പോവുള്ളൂ. അപ്പോൾ എന്തായാലും ലൈക്ക് അടിക്കുക. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണാൻ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.